നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇത് എന്ത് ഭാവിച്ചാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC നേതൃയോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായി. നേരത്തെയുള്ള KPCC പ്രസിഡന്റ് കണ്ണൂരിൻ്റെ മാത്രം പ്രസിഡന്റായിരുന്നു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റോ കണ്ണൂർ ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമായ പേരാവൂരിൻ്റെ മാത്രം പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ഒരു ട്രോൾ KPCC അധ്യക്ഷനെതിരെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ഉയർത്തി. ഇത് പാർട്ടികളിൽ വലിയ എതിർപ്പുണ്ടാക്കിയെന്ന് മാത്രമല്ല, അവസാനം പാപം കൊടിക്കുന്നിലിന് അത് പിൻവലിക്കേണ്ടി വന്നു, സോറി പറയേണ്ടി വന്നു, മാപ്പ് പറയേണ്ടി വന്നു സണ്ണി ജോസഫിനോട്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇത് എന്ത് ഭാവിച്ചാണ്? കാരണം കൊടിക്കുന്നിൽ സുരേഷ് KPCC അധ്യക്ഷനാകാൻ ആഗ്രഹിച്ച ആളാണ്. കേരളത്തിലെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രിയാകാനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹങ്ങൾക്ക് അതിരില്ലല്ലോ. ആഗ്രഹങ്ങൾ പറവകളെ പോലെയാണ്, ഇങ്ങനെ പറന്നു നടക്കും. അങ്ങനെ തനിക്ക് ആദ്യം KPCC അധ്യക്ഷനും ദളിത് സമുദായത്തിൽപ്പെട്ട ആദ്യ KPCC അധ്യക്ഷനും ദളിത് സമുദായത്തിൽപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയും ആയാൽ എന്താണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ചോദ്യം. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് വളരെ സീനിയറായ നേതാവാണ്. 1989 മുതൽ പാർലമെൻറ്റ് അംഗമാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, പാർലമെൻ്ററി ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്, AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. സുരേഷിനേക്കാൾ സീനിയോറിറ്റിയുള്ള നേതാക്കൾ കേരളത്തിൽ കുറയും. അതുകൊണ്ട് അദ്ദേഹത്തിന് KPCC അധ്യക്ഷനാകാനും തെറ്റില്ല. ഇനി മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് അതിന് അർഹതയുള്ള ആളാണ്. പക്ഷേ അർഹതയുള്ള ആളാണെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം തലയാട്ടി സമ്മതിക്കുമ്പോഴും ഒരു കുഞ്ഞു പോലും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒപ്പമില്ല. ഈ ആവശ്യം ഉന്നയിക്കാനുള്ള ഏക നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണ്. കൊടിക്കുന്നിലിന് മുഖ്യമന്ത്രിയാവണം, കൊടിക്കുന്നിലിന് KPCC അധ്യക്ഷനാകണം എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ദുർഗതി. ഇത്രയേറെ കഴിവും അനുഭവ സമ്പത്തും പാരമ്പര്യമൊക്കെ ഉണ്ടായെങ്കിലും ഒരാൾ പോലും പാർട്ടിയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷനാക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണമെന്നോ പറയാൻ ഈ പാർട്ടിയിലില്ല. ഈ ഇച്ഛാഭംഗം നല്ലവണ്ണം കൊടിക്കുന്നിലുണ്ട്. തന്നെ നിരന്തരമായി അവഗണിക്കുകയാണെന്നുള്ള പരാതി അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ ഉയർത്തുകയുണ്ടായി. അദ്ദേഹം നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. KPCC അധ്യക്ഷനാകുന്ന കാര്യത്തിൽ തന്നെ വെട്ടി നിൽക്കാൻ കോൺഗ്രസിലെ നേതാക്കളെല്ലാം ഒരുമിച്ചു. അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ദളിത് KPCC അധ്യക്ഷനാൻ താനാകുമായിരുന്നു. അത് പാർട്ടിക്ക് വളരെ ഗുണം ചെയ്യുമായിരുന്നു. അടിസ്ഥാന വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനും കോൺഗ്രസിന് പുതിയ കാഴ്ചപ്പാടും മുഖവും ഒക്കെ നൽകാൻ താൻ KPCC അധ്യക്ഷനായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തെറ്റ് പറയാനും കഴിയില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ സമ്മതിക്കണ്ടേ? കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷനാക്കണമെന്ന് ചോദിച്ചാൽ തന്നെ കോൺഗ്രസിൽ കലാപം നടക്കുന്ന അവസ്ഥയാണ്. കാരണം ആരും AICCയിൽ നിന്നാകട്ടെ കേരളത്തിൽ നിന്നാകട്ടെ ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുണ്ടായില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ പിന്തുണയ്ക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം തവണ സണ്ണി ജോസഫുമായി ഏറ്റുമുട്ടിയത് ആ ഒരു കെറിവിക്കൽ കൊണ്ടാണെന്ന് അല്ലെങ്കിൽ കെറിവ് കൊണ്ടാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഏതായാലും KPCC അധ്യക്ഷനാകാനും മുഖ്യമന്ത്രിയാകാനുമുള്ള മോഹം മറ്റു പലരെയും പോലെ കൊടിക്കുന്നിൽ സുരേഷും മറച്ചു വയ്ക്കുന്നില്ല. അടൂർ പ്രകാശിനെ പോലെ അല്ലെങ്കിൽ മറ്റു പല നേതാക്കളെ പോലെ തനിക്കും KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും ഒക്കെ ആകാനുള്ള കഴിവുണ്ട്. ആരെങ്കിലും ഒന്ന് എന്നെ ആ കസേരയിൽ ഇരുത്തു എന്ന് അദ്ദേഹം നിരന്തരം പറയുന്നെങ്കിലും അതെല്ലാം ഈ കോൺഗ്രസിൻ്റെ ബധിരകർണങ്ങളിൽ ചെന്ന് പതിക്കുകയാണ്. ഏതായാലും കൊടിക്കുന്നിൽ സുരേഷ് തോറ്റു പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം പൊരുതിക്കൊണ്ടേ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്നാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. KPCC അധ്യക്ഷനായില്ലെങ്കിലും അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള നീക്കം അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരു പ്രമുഖ മണ്ഡലത്തിൽ നിന്ന്, മാവേലിക്കരയിൽ നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് പോലത്തെ മണ്ഡലങ്ങളിൽ നിന്നോ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുന്ന വ്യക്തികളിൽ പ്രധാനി കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് അത്രയേറെ പാരമ്പര്യമുണ്ട്. ദളിത് സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. AICCക്ക് അങ്ങനെ തന്നെ തള്ളാൻ പറ്റില്ല എന്നുള്ള ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ AICC നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും അങ്ങനെ തന്നെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നന്നായി കൊടിക്കുന്നിൽ സുരേഷിനുണ്ട്.